ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പലർക്കും സംശയമുള്ള ഒരു കാര്യം: നാം എവിടെ നിന്നാണ് വന്നത്? എന്തിനു വേണ്ടി ജീവിക്കുന്നു? മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോ ഉത്തരങ്ങളും ചെന്ന് നിൽക്കുന്നത് ഒരു വലിയൊരു സംശയത്തിന്റെ മുൾമുനയിലാണ്. ഇതൊക്കെ എങ്ങനെ, എന്തുകൊണ്ട് സംഭവിച്ചു? ഈ പ്രപഞ്ചം ഒരു യാദൃച്ഛികതയാണോ? അതോ ഇതിനു പിന്നിൽ വലിയൊരു ബുദ്ധിശക്തി ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിലോ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലോ ആകാശത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടാകും, ദൈവമേ, നീ എവിടെയാണ്? ഈ ചോദ്യം വെറുമൊരു വികാരമല്ല, അത് മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന ചോദ്യമാണ്. ചിലർ പറയുന്നു, ദൈവമില്ല, പ്രകൃതി നിയമങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. മറ്റു ചിലർ പറയുന്നു, ദൈവം ഉണ്ട് എന്ന്. എന്നാൽ ദൈവം നമ്മളിൽ നിന്നും വളരെ ദൂരെയാണ് എന്ന്. എന്നാൽ ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ബൈബിൾ പറയുന്നത് ദൈവം നമ്മളിൽ നിന്ന് ദൂരെയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഓരോ കണികയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയല്ല, മറിച്ച് ദൈവം ആരാണ് എന്ന് നമ്മോട് എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബൈബിൾ വ്യക്തമാക്കുന്ന തെളിവുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഈ ലോകത്തിന്റെ അത്ഭുതകരമായ ക്രമീകരണം. രണ്ടാമതായി, മനുഷ്യന്റെ ഉള്ളിലെ ധാർമ്മികമായ അറിവുകൾ അഥവാ മനസാക്ഷി. മൂന്നാമതായി, ചരിത്രത്തിൽ മായാതെ കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതം. വിശ്വാസമെന്നത് കണ്ണടച്ച് ഒന്നിനെ വിശ്വസിക്കുക എന്നതല്ല, മറിച്ച് വസ്തുതകളെ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കുക എന്നതാണ്. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന്റെ ആദ്യ തെളിവാണ് ഈ പ്രകൃതിയുടെ മനോഹരമായ അച്ചടക്കപരമായ ക്രമീകരണം. നമുക്കൊരു ചിന്താ പരീക്ഷണം നടത്തി നോക്കാം. നിങ്ങളൊരു മണൽത്തിട്ടയിലൂടെ നടക്കുകയാണ് എന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങളുടെ കാൽ തട്ടുന്നത് മണ്ണിൽ കിടക്കുന്ന ഒരു വാച്ചിലാണ്. അതിൽ സൂചികൾ ചലിക്കുന്നു. ആ വാച്ച് അവിടെ താനേ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അതോ അതിനെ രൂപകൽപ്പന ചെയ്ത ഒരു വാച്ച് നിർമ്മാതാവ് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കരുതുമോ? വ്യക്തമായും ആ സങ്കീർണതയ്ക്ക് പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്. ഈ പ്രപഞ്ചവും അതുപോലെ തന്നെയാണ്. ആറ്റങ്ങൾ മുതൽ ഗാലക്സികൾ വരെ ഇവയെല്ലാം കൃത്യമായ നിയമങ്ങളാൽ നിർമ്മിക്കപ്പെട്ടു. ഇത് യാദർച്ഛികതയല്ല. നമ്മുടെ പ്രപഞ്ചം വളരെ കൃത്യതയോടെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റി, ഇത് അല്പം കൂടി ശക്തിയായിരുന്നുവെങ്കിൽ പ്രപഞ്ചം ഉടനെ ചുരുങ്ങിപ്പോകുമായിരുന്നു. അല്പം കുറവായിരുന്നു എങ്കിൽ നക്ഷത്ര ഗോളങ്ങളോ ഗ്രഹങ്ങളോ രൂപപ്പെടുമായിരുന്നില്ല. പ്രപഞ്ചത്തിന്റെ ഈ കൃത്യത വെറും ആകസ്മികമാണോ? ബൈബിളിൽ 19-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പുരാതന കാലത്ത് ഈ വചനം എഴുതിയവർ ആധുനിക ഫിസിക്സിനെ കുറിച്ച് ഒരു അറിവും ഇല്ലായിരുന്നു. എന്നാൽ അവർ പ്രപഞ്ചത്തിലെ ക്രമത്തെ ഒരു സൃഷ്ടാവിന്റെ കൈവേലയെ എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രപഞ്ചത്തിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ഇത് അറിവില്ലാത്ത ഒരു സ്ഫോടനത്തിൽ ഉണ്ടായതാണോ, അതോ ഒരു ഉദ്ദേശത്തോടെ നിർമ്മിച്ചതാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പ്രപഞ്ചത്തെ മാത്രമല്ല, ജീവന്റെ സങ്കീർണത കൂടി നമ്മൾ കാണുന്നു. വചനം ഇങ്ങനെ പറയുന്നു, 139-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യം, അത്ഭുതവും ഭയങ്കരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അങ്ങയുടെ പ്രവൃത്തി അത്ഭുതകരമാണ്, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. മനുഷ്യ ശരീരത്തിന്റെ ഈ അത്ഭുതകരമായ ഘടന നമ്മെ സൃഷ്ടിച്ചതിന് ഒരു മഹാശക്തി ഉണ്ട് എന്നതിന്റെ വലിയൊരു തെളിവാണ്. ഈ പ്രപഞ്ചം ഒരു കലാ സൃഷ്ടിയാണ്. അതിലെ ഓരോ നിയമവും ഓരോ നക്ഷത്രവും നമ്മുടെ ഓരോ കോശവും ഒരേ കാര്യമാണ് വിളിച്ചു പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട്. ഇവയൊന്നും അബദ്ധവശാൽ ഉണ്ടായതല്ല. ഒരു പെയിന്റിങ് കാണുമ്പോൾ അതിന്റെ ചിത്രകാരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം കാണുമ്പോൾ ഇതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ഓർക്കേണ്ടതല്ലേ? ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ് എന്തുകൊണ്ട്
നമ്മളുടെ ഉള്ളിൽ മനസാക്ഷി എന്നൊരു നിയമം വെച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മോഷണം തെറ്റാണെന്നും നിസ്സഹായരായവരെ സഹായിക്കണമെന്നും സഹായിക്കുന്നത് ഒരു നന്മയാണെന്നും എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ അത് തോന്നുന്നത്? ആരാണ് നമുക്ക് ആ വലിയ അറിവിനെ നൽകിയത്? ലോകത്തിൽ എവിടെയായിരുന്നാലും ഏത് സംസ്കാരത്തിൽ ആയിരുന്നാലും കള്ളം പറയരുത്, മോശമായി പ്രവർത്തിക്കരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? ഈ ധാർമ്മിക നിയമം പ്രകൃതി നിയമങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമുണ്ട് എന്നതിൻ്റെ വലിയ രണ്ടാമത്തെ തെളിവാണ് ഇത്. മനസാക്ഷിപരമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു? നമുക്ക് ആരാണ് ഇവയെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചത്? ഇവിടെയാണ് ദൈവം ഉണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രസക്തമാകുന്നത്. പരിണാമത്തിലൂടെ അതിജീവനത്തിനു വേണ്ടി മാത്രമാണ് നാം ഉണ്ടായത് എങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നത്? ഇത് വെറും ഒരു സാമൂഹിക ധാരണയാണോ? ബൈബിൾ ഇതിന് വളരെ വ്യക്തമായ ഒരു മറുപടി നൽകുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവം വിശുദ്ധനും നീതിമാനും ആയതുകൊണ്ട് ആ സ്വഭാവത്തിൻ്റെ ഒരംശം നമ്മളിലും ദൈവം നിക്ഷേപിച്ചു. റോമർ 2:15 അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറയുന്നു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലെ മനസാക്ഷി എന്നത് നമ്മെ ഭരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇത്. നമ്മൾ ഒരു തെറ്റു ചെയ്യുമ്പോൾ അത് നമ്മെ കുറ്റപ്പെടുത്തുന്നു. ഒരു തെറ്റു ചെയ്യുമ്പോൾ അത് നമ്മെ തെറ്റാണ് ചെയ്തത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് നാം ഓരോ നിമിഷവും വേദനപ്പെടുന്നു. ഈ മനസാക്ഷി എന്നത് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു സൃഷ്ടാവിൻ്റെ കരുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലിയൊരു തെളിവ് തന്നെയാണ് ഇത്. നന്മയും തിന്മയും തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. അവിടെയാണ് ദൈവം ഉണ്ട് എന്നുള്ള രണ്ടാമത്തെ തെളിവും സത്യമാകുന്നത്. അടുത്തതായി മൂന്നാമത്തെ തെളിവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് മുൻപുള്ള ചരിത്രകാരന്മാർ പോലും അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു. അതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം നമുക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. യോഹന്നാൻ 14:9 യേശു പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് യേശു ഇത് തെളിയിക്കുന്നു. അന്ധന് കാഴ്ച നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, മുടന്തന് നടക്കാൻ സഹായിച്ചു, പ്രകൃതി നിയമങ്ങളെപ്പോലും കീഴ്പ്പെടുത്തി. പലരും ചോദിക്കാറുണ്ട്, ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അതിനുള്ള ഉത്തരം ബൈബിൾ നൽകുന്നുണ്ട്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 1:18 നാം ഇത് വായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, നീതി, കരുണ ഇവയെല്ലാം യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് മനുഷ്യൻ നേരിട്ട് കണ്ടത്. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ കാണാൻ കഴിയും. ചരിത്രത്തെ മാറ്റിമറിച്ച ഈ സത്യം നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കും. ദൈവവിശ്വാസം എന്നത് കേവലം ഒരു അന്ധവിശ്വാസമല്ല. ഇത്രയധികം തെളിവുകൾക്ക് മുൻപിൽ നിന്ന് എടുക്കുന്ന ഒരു ബോധപൂർവമായ തീരുമാനമാണ്. നമ്മളൊരു യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ കടന്നുപോയത് ദൈവമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ആദ്യ തെളിവായ പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്കാണ്. അവിടെ കണ്ട കൃത്യതയും ക്രമവും ഒരു സൃഷ്ടാവിനെ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമതായി നമ്മൾ നമ്മുടെ ഉള്ളിലെ ആഴങ്ങളിലേക്ക് നോക്കി. അവിടെ നമ്മൾ കണ്ട മനസാക്ഷി ആ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി നമ്മൾ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കടന്നുപോയി. അവിടെ യേശുക്രിസ്തു എന്ന വ്യക്തി നമ്മോട് പറയുന്നു, ദൈവം ദൂരെയല്ല, അവിടുന്ന് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.